ഈ കാണുന്ന എന്താണെന്ന് അറിയാമോ? ഇതാണ് PCV എന്ന് പറയും, ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയും. ഈ കാണുന്ന ഓയിൽ സെപ്പറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ക്രാങ്കേഴ്സ് വെന്റിലേഷൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനകത്ത് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. ഈ ഗ്യാസ് നമ്മൾ പഴയ മോഡൽ പിക്കപ്പ് ബൊലോറോയിലൊക്കെ നമ്മൾ എഞ്ചിൻ്റെ വാൽവ് ഡോറിൻ്റെ മേളിൽ ഒരു പൈപ്പ് ഇട്ടിരിക്കും. അത് താഴോട്ട് പോകും, പുറന്തള്ളും. ഗ്യാസും ചെറിയ വേസ്റ്റ് ആയിട്ടുള്ള ഓയിലൊക്കെ പുറന്തള്ളും. അങ്ങനെ വരുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ആവത്തില്ല. പഴയ മോഡൽ വാഹനത്തിന് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ വാഹനത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊല്യൂഷൻ കൺട്രോൾ ആവാം, എഞ്ചിനകത്ത് തന്നെ തിരിച്ചു പോകും. ഇത് എഞ്ചിനകത്ത് ക്രാങ്കേഴ്സ്, എഞ്ചിനകത്ത് ഗ്യാസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മൾ ഈ ടൈമിങ്ങിൻ്റെ അവിടെ നിന്ന് ഗ്യാസും ഓയിലും കൂടി വേസ്റ്റ് ആവുന്ന ഓയിലും ഗ്യാസും കൂടി ഒരുമിച്ച് ഈ ഒരു ഫിൽറ്ററിനകത്ത് വരും. ഇതുവഴി മുകളിലോട്ട് വന്ന് ഈ ഒരു ഫിൽറ്ററിനകത്ത് വരും. ഫിൽറ്ററിൽ ക്ലീൻ ചെയ്തായിരിക്കും അകത്തോട്ട് ക്രാങ്കേഴ്സിനകത്ത് തിരിച്ചു പോകുന്നത്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും ഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്ന തിരിച്ച് എഞ്ചിലോട്ട് വിടാനുമാണ് ഈ ഒരു PCV എന്ന് പറഞ്ഞ ഓയിൽ സെപ്പറേറ്റർ വെച്ചിട്ടുള്ളത്. ഇതിനകത്തുകൂടി പോകുന്നത് ചെറിയ വേസ്റ്റ് ഓയിലും അതുപോലെ തന്നെ ഗ്യാസുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പോകുന്നത്. ഇത് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഹാർഡാവും. ഈ ഒരു റബ്ബർ ഓസ് ഹാർഡായി കഴിഞ്ഞാൽ ഈ ഓസ് ഇവിടെ വെച്ച് കട്ടായി കഴിഞ്ഞാൽ ഇതുവഴി ഓയിൽ ഒരുപാട് ലീക്കായി പുറന്തള്ളും. അപ്പോൾ അങ്ങനെയാണ് ചില വാഹനങ്ങളിൽ ഓയിൽ ലീക്കേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ചില വാഹനങ്ങളിൽ ഗ്യാസും ഓയിലും കൂടി പുറന്തള്ളാതെ ഈ ഒരു ഫിൽറ്റർ, ഇതിനകത്തുള്ള ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിൽ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഓയിൽ സ്റ്റിക്ക് വരുന്ന ഭാഗത്ത് കൂടി ഓയിലും ഗ്യാസും കൂടി പുറന്തള്ളാൻ തുടങ്ങും. ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അങ്ങനെ ചിലർ വിചാരിക്കും ഈ വാഹനം എഞ്ചിൻ പണിയാണ്, പെട്ടെന്ന് എഞ്ചിൻ പണി ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് PCBയിൽ വരുന്ന ഓയിൽ സെപ്പറേറ്ററിൽ വരുന്ന ഫിൽറ്റർ ഈ ഒരു അസംബ്ലി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്ത് വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് തിരിച്ച് ഈ ഒരു ഫിൽറ്റർ ബ്ലോക്ക് എല്ലാം മാറി തിരിച്ച് എഞ്ചിനകത്ത് പോകുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ ഒഴിവാകും. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാകും. എഞ്ചിൻ നല്ല ഫ്രീ ആവും. ഈ ഒരു ഓയിൽ തിരിച്ച് വരുന്നതും റീകംപ്രഷൻ അടിക്കുന്നതൊക്കെ കുറവാകും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഓയിൽ സെപ്പറേറ്ററിൽ വരുന്ന ഫിൽറ്റർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 1,00,000 കിലോമീറ്റർ 1,50,000 കിലോമീറ്റർ ആകുമ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ നല്ല ഫ്രീ ആവും. എഞ്ചിനകത്തുള്ള ഗ്യാസും എയറും സൈലൻസറിൽ പോകുന്ന ഇൻടേക്കും ഔട്ടും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഗ്യാസും ഓയിലെല്ലാം കൂടി ഒരു സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകുമ്പോൾ എഞ്ചിൻ നല്ല ഫ്രീ ആകുമ്പോഴാണ് കറക്റ്റ് സ്മൂത്ത് മൈലേജും വണ്ടി പുതിയൊരു വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ